പ്രിയപ്പെട്ട കുട്ടികളെ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എഴുതുക എന്നുള്ളത്. അല്ലേ? അവൻ പറഞ്ഞു പോയി, അവൻ വീട്ടിലേക്ക് പോയി, രണ്ടും അടിവരയിട്ടിട്ട് പോയി എന്ന പദത്തിൻ്റെ അർത്ഥവ്യത്യാസം അത് എല്ലാ പരീക്ഷയ്ക്കും ഈ 3 ക്ലാസ്സുകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അത് എന്താണ് അർത്ഥവ്യത്യാസം എന്നുള്ളത് നിങ്ങളുമായി നിങ്ങളുമായി പങ്കുവെക്കാനാണ് സാർ ഇന്നിവിടെ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അനുപ്രയോഗം എന്താണെന്നാണ്. അനുപ്രയോഗം എന്താണെന്ന് പഠിച്ചാൽ മക്കൾക്ക് കൃത്യമായ അടിവരയിട്ടതിൻ്റെ അർത്ഥവ്യത്യാസം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്താണ് അനുപ്രയോഗം? അനു എന്ന വാക്കിന് പിന്നാലെ എന്നാണ് അർത്ഥം. എന്താണ് പിന്നാലെ? പ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നാലെ പ്രയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അനുപ്രയോഗം എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത്. മറന്നു പോകരുത്. അനുപ്രയോഗം, അനു എന്ന് പറഞ്ഞാൽ പിന്നാലെ പ്രയോഗിക്കുന്ന, അനുപ്രയോഗം പിന്നാലെ പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? ഒരു ക്രിയയുടെ പിന്നിൽ നിന്നുകൊണ്ട് അർത്ഥം പരിഷ്കരിക്കുന്ന പ്രയോഗങ്ങളെയാണ് അനുപ്രയോഗം എന്ന് വിളിക്കുന്നത്. ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്കറിയാലോ. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനെയാണ് ക്രിയ എന്ന് പറയുക. ഒരു വ്യക്തി, ഒരു നാമം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നടത്തുന്ന പ്രവൃത്തി എന്താണോ അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് വിളിക്കുക. അല്ലേ? അപ്പോൾ ഒരു ക്രിയയുടെ പിന്നിൽ, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദത്തിന് പിന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം പരിഷ്കരിക്കുന്ന പ്രയോഗങ്ങളെയാണ് അനുപ്രയോഗം എന്ന് വിളിക്കുക. കേട്ടോ? അനുപ്രയോഗം ക്രിയയായി തോന്നാം, പക്ഷേ ക്രിയയല്ല, ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രയോഗമാണ്. അവൻ നിന്നുപോയി. കണ്ടോ നിങ്ങൾ? അവൻ നിന്നുപോയി. അതിൽ ആ പോയി എന്നുള്ളത് നോക്കൂ മക്കള്. പോയി എന്നുള്ളത് നോക്കൂ മക്കള്. അവൻ നിന്നു എന്നത് ക്രിയയാണ്. അല്ലേ? അവൻ അവിടെ നിന്നു, ക്രിയയാണ്. അപ്പം പോയി എന്തായിരിക്കും അതുകൊണ്ട് പോയി ചേർത്തത്? മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവൻ അറിയാതെ നിന്നു, എന്തോ ഒന്ന് കണ്ടപ്പോൾ അവൻ നിന്നുപോയി. അല്ലേ? അത് ആ നിന്നു എന്ന ക്രിയ ഒന്നുകൂടെ എങ്ങനെ നിന്നു, എന്തിന് നിന്നു എന്ന് വരുത്താൻ വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രയോഗിച്ചതാണ് പോയി എന്നുള്ളത്. അവൻ അവിടേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്നത് ക്രിയയാണ്. ഇവിടെ നിന്നു എന്നതാണ് ക്രിയ. അപ്പം നിന്നു എന്ന ക്രിയ പോയും കൂടെ ചേർന്നപ്പം അറിയാതെയാണ് അവൻ നിന്നത് എന്ന അർത്ഥം നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഒരു ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി ആ ക്രിയയുടെ പിന്നിൽ ചേർക്കുന്ന പ്രയോഗം. അല്ലേ? നിന്നു എന്നതിൻ്റെ ശേഷമല്ലേ പോയി വന്നത്? പിന്നിലല്ലേ? ക്രിയയ്ക്ക് പിന്നിലല്ലേ വന്നത്? അല്ലേ? അപ്പം അതുകൊണ്ടാണ് അതിനെ. ഇപ്പം നോക്കൂ, ഓടിക്കളഞ്ഞു. ഓടി എന്നത് ക്രിയയാണ്. ഓടിക്കളഞ്ഞു. പോലീസിനെ കണ്ടപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. അവിടെ പോലീസിനെ കണ്ടപ്പോൾ ആ കണ്ടത് കൊണ്ടാണ് അവൻ ഓടിയത്. ആ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഓടിക്കളഞ്ഞു എന്ന പദം അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കളഞ്ഞു എന്നത് എന്താണ്? അനുപ്രയോഗമാണ്. കളഞ്ഞു എന്നത് അനുപ്രയോഗമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന ചോദ്യം കൃത്യമായി വായിക്കുക. അത് ക്രിയ മുന്നിൽ തന്നിട്ട് അതിൻ്റെ പിന്നിലാണോ പോയി ചേർത്തത് അല്ലെങ്കിൽ കളഞ്ഞു ചേർത്തതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് അനുപ്രയോഗമായിരിക്കും. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ അനുപ്രയോഗം എന്താണ് എന്ന് പഠിച്ചു വെച്ചാൽ ഹൈസ്കൂളിൽ 2 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായി വാങ്ങാൻ പറ്റും. കേവലം 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2 മാർക്കിന് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് സാർ ഇവിടെ പറയുന്നത്. അപ്പോൾ അനുപ്രയോഗം എന്താണെന്ന് മനസ്സിലായ മക്കൾക്ക് ഒരു ക്രിയയുടെ പിന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം പരിഷ്കരിക്കുന്ന പ്രയോഗങ്ങളെയാണ് അനുപ്രയോഗം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? നോക്കൂ, പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയതാ. അമ്മ പറയണമെന്ന് കരുതിയല്ല. അപ്പോൾ പറഞ്ഞു എന്നത് അറിയാതെ സംഭവിച്ചതാണ് എന്ന് കാണിക്കാൻ അതിൻ്റെ പിന്നിൽ എന്ത് പ്രയോഗിച്ചു? പോയി എന്നത് പ്രയോഗിച്ചു. പോയി മാത്രമെന്നല്ല, ഓടിക്കളഞ്ഞു. എന്താണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് സാന്ദർഭികമായിട്ട് പല ഉദാഹരണങ്ങളും അതിന് വരാറുണ്ട്. അപ്പോൾ അനുപ്രയോഗം എന്താണെന്ന് ക്ലിയർ ആണോ മക്കളെ? ഒരു ക്രിയയുടെ പിന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം പരിഷ്കരിക്കുന്ന പ്രയോഗങ്ങളെയാണ് അനുപ്രയോഗം എന്ന് വിളിക്കുക. അപ്പോൾ അടിവരയിട്ട പദങ്ങൾ തരുമ്പോൾ അവൻ കടന്നു കളഞ്ഞു, അവൻ അവിടെ നിന്ന് പോയി, അല്ലെങ്കിൽ ആ കളഞ്ഞു എന്നത്
എന്താണ് അനുപ്രയോഗമാണ്. അവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ആ പോയി എന്താണ് ക്രിയയാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ എൻ്റെ മക്കൾക്ക് വരാം. ആ ചോദ്യങ്ങൾ നിങ്ങൾ അനുപ്രയോഗമാണോ എന്ന് കൃത്യമായി നോക്കാൻ നിങ്ങൾ പറ്റും. ക്രിയ തന്നിട്ട് അതിന് പിന്നിലാണെങ്കിൽ അത് അനുപ്രയോഗമായിരിക്കും. ഓക്കെയാണോ മക്കളെ? അപ്പോൾ അനുപ്രയോഗം എങ്ങനെ എഴുതണമെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം മക്കളെ. ബൈ.